ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ എനർജി, മൊമെൻറ്റം, ഇൻറ്റൻസിറ്റി ഇവയുടെ ഡെഫിനിഷൻ അതുപോലെ തന്നെ ഇക്വേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ദി എനർജി സ്റ്റോർഡ് ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. സോ ഈ ഇലക്ട്രിക് ഫീൽഡിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള ടോട്ടൽ എനർജി WE is 1 by 2 epsilon 0 integral E square dt. Similarly, energy stored in magnetic field is 1 by 2 mu 0 integral B square dt. So, ഈ രണ്ട് ഇൻ്റഗ്രലും ഓൾ ഓവർ ദ സ്പേസ് ആണ്. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ ദി ടോട്ടൽ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ഓൾ ഓവർ ദി സ്പേസ്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡ്, രണ്ട് ഫീൽഡും കമ്പോസ് ചെയ്താണല്ലോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. സോ ടോട്ടലായി ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ഫീൽഡിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള എനർജി വിൽ ബി 1 by 2 into epsilon E square plus 1 by mu 0 B square into D2. Okay. So this is the energy stored in the field all over the space. But energy stored, അല്ലെങ്കിൽ എനർജി ഡെൻസിറ്റി, എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം ആകുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഈ ഇൻ്റഗ്രൽ, വോളിയം ഇൻ്റഗ്രൽ ഡ്രോപ്പ് ചെയ്താൽ മതി അല്ലേ, നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം ഓർ എനർജി ഡെൻസിറ്റി ഈസ് ഗിവൺ ബൈ ദിസ് വൺ. നമ്മൾ ഇതിൻ്റെ ജസ്റ്റ് ഇൻ്റഗ്രൽ ഡ്രോപ്പ് ചെയ്യുന്നത് മാത്രം. സോ ദിസ് ഈസ് 1 by 2 mu 0 B square plus 1 by 2 epsilon 0 E square. Where this 1 by 2 mu 0 B square, the energy density in magnetic field, and 1 by 2 epsilon 0 E square is energy density of electric field, or energy density stored in electric field. Okay. സോ ഈ ഇക്വേഷൻസ്, ഇതുവരെയുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി നേരത്തെ മനസ്സിലാക്കി വെച്ച കാര്യങ്ങളാണ്. നമ്മൾ രണ്ട് ഇക്വേഷൻസ് സം ചെയ്ത് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൻ്റെ എനർജി സ്റ്റോർഡ് എന്ന് സം ചെയ്ത് എഴുതിയെന്ന് മാത്രം. ഓക്കെ, ഇനി നോക്കൂ, ഇവർ തമ്മിലുള്ള റിലേഷൻ ഉണ്ടോ, ഈ രണ്ട് ടേംസും തമ്മിൽ റിലേറ്റഡ് ആണോ എന്ന് നമുക്ക് നോക്കാം. സോ നോക്കൂ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. The magnitude of the electric field and magnetic field is related like this one. B is equal to E by C. B is equal to E by C. The magnitude is related like this. അല്ലേ, നേരത്തെ അവിടെ കെ ക്യാപ് ക്രോസ് ഇ എന്ന് പറയുന്നൊരു വെക്ടോറിയൽ കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിലും നോക്കൂ, മാഗ്നിറ്റ്യൂഡ് ഈസ് റിലേറ്റഡ് ലൈക്ക് ബി is equal to E by C. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതായിരുന്നു അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കൂ. വാട്ട് ഈസ് സി സ്ക്വയർ, വാട്ട് ഈസ് സി? സി ഈസ് 1 by root mu 0 epsilon 0. So c square is 1 by mu 0 epsilon 0 അല്ലേ. So 1 by c square will be mu 0 epsilon 0. So this becomes mu 0 epsilon 0 e square. So നമ്മൾ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഫസ്റ്റ് ടേമിൽ നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് നോക്കൂ, മുകളിൽ ഈ ബി സ്ക്വയറിന് പകരം എന്ത് വരും? mu 0 epsilon 0 e square എന്ന് വരും അല്ലേ. അതിലെ mu 0 ക്യാൻസൽ ചെയ്ത് പോയാൽ എന്ത് തന്നെ ആയിട്ട് മാറും നോക്കൂ, നമ്മുടെ ഈ റൈറ്റിലുള്ള ഇതേ ടേമായിട്ട് മാറില്ല, 1 by 2 ഇൻറ്റു epsilon 0 e square എന്ന് തന്നെ ആയിട്ട് മാറില്ലേ. സോ മാഗ്നറ്റിക് എനർജി ഡെൻസിറ്റിയും എന്ത് തന്നെ ആയിട്ട് മാറും? 1 by 2 epsilon 0 e square ആയിട്ട് മാറും. സോ നെറ്റ് എന്തായിട്ട് മാറും? 1 by 2 epsilon 0 e square plus 1 by 2 epsilon 0 e square, that is epsilon 0 e square. Okay, so the energy per unit volume, അല്ലെങ്കിൽ energy stored per unit volume in electromagnetic wave, അല്ലെങ്കിൽ in fields of electromagnetic wave, UEM will be equal to epsilon 0 e square. Okay, so ഇവിടെ E എന്ന് പറയുന്നത് നമ്മുടെ വെക്റ്ററാണ്, വെക്റ്റർ E ആണ്. ഈ വെക്റ്റർ E നമുക്ക് എന്ത് ചെയ്യാം നോക്കൂ, ഒരു പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ എങ്ങനെ വെക്ടോറിയലായിട്ട് എഴുതാൻ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയല്ലോ. സോ വാട്ട് ഈസ് E ഈസ് ഈക്വൽ ടു cos kz minus omega t plus
ഡെൽറ്റ അല്ലേ, അതിൻ്റെ റിയൽ കമ്പോണൻ്റ് ആക്കി എഴുതുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, നമ്മൾ കോംപ്ലക്സ് ഫോമിൽ നേരത്തെ എഴുതി റിയൽ ഫോം അതിൻ്റെ റിയൽ കമ്പോണൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതാണ് നമ്മളിവിടെ റിയൽ ഫോമിൽ എഴുതേണ്ടി വരിക. സോ യു is equal to total energy density U is equal to epsilon 0 E square plus epsilon 0 E0 square plus cos square kz minus omega t plus delta. ഓക്കെ, ഇനി നോക്കൂ, എപ്പോഴും ഇത്തരം വേരിയിങ് ക്വാണ്ടിറ്റി, ഇതിപ്പോൾ സൈനസോയിഡലായിട്ടുള്ള ഒരു സൈക്കിൾ ടൈമിനനുസരിച്ച് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ട് നിൽക്കില്ലേ. കോസ് എന്ന് പറയുമ്പോൾ കോസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ കോസിനെ പോലെ തന്നെ ടൈമും വേരി ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ വാല്യൂ ഇങ്ങനെ അല്ലേ. കോസ് സ്ക്വയർ എന്ന് പറയുമ്പോഴും +1 മുതൽ -1 വരെ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടേ നിൽക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ അത് ഇൻസ്റ്റൻറ്റേനിയസ് വേരി ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അതിൻ്റെ ആവറേജ് വാല്യൂ എടുത്താൽ മാത്രമേ നമുക്ക് ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒബ്സർവ്ഡ് വാല്യൂ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ടൻ്റ് ആയിട്ട് നമുക്ക് മെഷറബിൾ ആയിട്ടുള്ളൊരു വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ എപ്പോഴും ആവറേജ് വാല്യൂ എടുക്കണം. നോക്കൂ, കോസിൻ്റെയും സൈനിൻ്റെയും ആവറേജ് എന്തായിരിക്കും വരിക? കോസിൻ്റെ ആവറേജ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? നോക്കൂ, കോസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനിങ്ങനെ അല്ലേ 2 പാർട്ട് വരുന്നുണ്ട്. സോ ഒരു ഭാഗം പ്ലസ് ആണ്, ഒരു ഭാഗം മൈനസ് ആണ്. അതുകൊണ്ട് ഒരു സൈക്കിളിൽ ഓൾ ഓവർ ദ സൈക്കിൾ എടുക്കുന്ന സമയത്ത് ഈ താഴെ വരുന്ന ഹാഫും അതേപോലെ മുകളിൽ വരുന്ന ഹാഫും എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്ത് പോകുന്നു. അതേപോലെ തന്നെ സൈനാണെങ്കിൽ നോക്കൂ, രണ്ടും സിമിലർ ആണല്ലോ, രണ്ടും സിമിലർ ഒരേപോലെയാണ് വരുന്നത് അല്ലേ. ഇവിടെ താഴെയും മുകളിലും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ രണ്ടും തന്നെ ക്യാൻസൽ ചെയ്ത് പോകുന്നു. ബട്ട് നോക്കൂ, കോസ് സ്ക്വയർ ആകുന്ന സമയത്ത് അങ്ങനെയാണോ? ഒരു കോസ് സ്ക്വയർ ആകുന്ന സമയത്ത് നമുക്കറിയാം, കോസ് സ്ക്വയർ ആകുമ്പോൾ കോസ് പോലെയല്ല അല്ലേ, രണ്ടും പ്ലസ് ആണ്. നേരത്തെ ഞാൻ +1 മുതൽ -1 അങ്ങനെയല്ല വരുന്നത് അല്ലേ. +1 മുതൽ 0 വരെയല്ലേ വേരി ചെയ്യുള്ളൂ. കോസ് സ്ക്വയർ ആകുമ്പോൾ എപ്പോഴും പോസിറ്റീവാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഓൾ ഓവർ ദ സൈക്കിൾ എന്ന് പറയുമ്പോൾ ഈ രണ്ടും പോസിറ്റീവായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടും ചെയ്ത് ഒരു വാല്യൂ കിട്ടുകയായിരിക്കും നമുക്ക് ചെയ്യുമ്പോൾ. ഇത് ചെയ്താൽ അറിയാം, നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. കോസ് സ്ക്വയറിൻ്റെ ആവറേജ് ഓവർ ദ സൈക്കിൾ എന്ന് പറയുന്നത് 1/2 ആണ്. കോസ് സ്ക്വയറിൻ്റെയും സൈൻ സ്ക്വയറിൻ്റെയും ആവറേജ് എന്ന് പറയുന്നത് 1/2 ആണ്. കോസിൻ്റെയും സൈനിൻ്റെയും ആവറേജ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, സോ ഇത് രണ്ടും 0 ആണ്, ഇതിൻ്റെതും 0 ആണ്. ബട്ട് കോസ് സ്ക്വയറിൻ്റെത് വരുന്നത് നോക്കൂ 1/2 ആണ് വരുന്നത്. ഓക്കെ, സോ 1/2. അപ്പോൾ നമ്മൾ ഇതിൻ്റെ യുവിൻ്റെ ആവറേജ് വാല്യൂ എടുക്കുമ്പോൾ, എനർജി ഡെൻസിറ്റിയുടെ ആവറേജ് വാല്യൂ എടുക്കുമ്പോൾ epsilon 0 E0 സ്ക്വയർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ പുറത്തെഴുതാം. ദെൻ ദി ആവറേജ് വാല്യൂ ഓഫ് ദിസ് കോസ് സ്ക്വയർ അല്ലേ, ദിസ് വൺ, ഇതിൻ്റെ ആവറേജ് വാല്യൂ. നമ്മൾ ആവറേജ് വാല്യൂവിന് ഇങ്ങനെ 2 കോണിക്കൽ ആംഗിൾ ഇട്ടിട്ടാണ് എഴുതുന്നത്. സോ കോസ് സ്ക്വയർ 1/2 ആണ്. സോ അതുകൊണ്ട് തന്നെ ദ ആവറേജ് വാല്യൂ ഓഫ് യു ബിക്കംസ് 1/2 epsilon 0 E0 സ്ക്വയർ. സോ ഒരു എനർജി ഡെൻസിറ്റി നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ ഈ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് എന്നർത്ഥം. ഓക്കെ, so this is the energy stored in electromagnetic wave. സോ ഇങ്ങനെയുള്ള ഈ എനർജി നമുക്കറിയാം, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ നിൽക്കുകയാണ് അല്ലേ. സോ ആൾ മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും നോക്കൂ, ഈ എനർജിക്ക് എന്ത് സംഭവിക്കും? എനർജി അതേപോലെ ഇങ്ങനെ മൂവ് ചെയ്യും, അതിൻ്റെ കൂടെ മൂവ് ചെയ്യും അല്ലേ. സോ നമ്മുടെ വേവ് പോകുന്നതിനൊപ്പം അതിൻ്റെ കൂടെ എനർജിയും മൂവ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. സോ ഇങ്ങനെ വേവിനോട് കൂടെ ക്യാരി ചെയ്യപ്പെടുന്ന, ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്ന എനർജി ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ പോയിൻറ്റിംഗ് വെക്റ്റർ. സോ നമ്മളിതിനെ പറയുക ദി എനർജി ഫ്ലക്സ് ഡെൻസിറ്റി ട്രാൻസ്പോർട്ടഡ് ബൈ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്സ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് എനർജി ഫ്ലക്സ് ഡെൻസിറ്റി? എനർജി പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. എനർജി പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. ഓക്കെ, ഫ്ലക്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. ഓക്കെ, സോ എനർജി പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം ദാറ്റ് ട്രാൻസ്പോർട്ടഡ് ബൈ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ പോയിൻറ്റിംഗ് വെക്റ്റർ. യെസ്, സോ ഇതിൻ്റെ ഡെഫിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോയിൻറ്റിംഗ് വെക്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്, എപ്പോഴും ആവശ്യം വരുന്ന സാധനമാണ്. സോ ദ പോയിൻറ്റിംഗ് വെക്റ്റർ എസ് ഈസ് ഡിഫൈൻഡ് ദിസ് വൺ. ദിസ് ഈസ് ഈക്വൽ ടു
this energy flux density is equal to 1 by mu 0 E cross B, where E is the electric field and B is the magnetic field. Okay, so ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇ ആണെങ്കിലും മാഗ്നറ്റിക് ഫീൽഡ് ബിയും ആണെങ്കിൽ ദ പോയിൻറ്റിംഗ് വെക്ടർ എസ് ഈസ് 1 by mu 0 E cross B. Okay. സോ ഫോർ എ മോണോക്രോമാറ്റിക് വേവ് എങ്ങനെയാണ് നമ്മുടെ പോയിൻറ്റിംഗ് വെക്ടർ വരുന്നതെന്ന് നോക്കൂ. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും വരുന്നതെന്ന് നോക്കൂ. നമുക്ക് ഇ എന്താണെന്ന് അറിയാം അല്ലേ. മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവിൻ്റെ കേസിൽ അതിൻ്റെ റിയൽ കമ്പോണൻ്റ് എഴുതുമ്പോൾ നമുക്കറിയാം ഇ ഈസ് ഡിഫൈൻഡ് ലൈക്ക് ദിസ് വൺ, E0 cos kz minus omega t plus delta. Suppose this is polarized along x direction, means the direction propagate ചെയ്യുമ്പോൾ അതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് ഡയറക്ഷൻസിലായിരിക്കും ആരൊക്കെ വരിക, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വരുന്നത്. സോ സപ്പോസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് അലോങ് എക്സ് ഡയറക്ഷൻ, ദെൻ ബി അല്ലെ ബി എക്സ് ഈ ഇലക്ട്രിക് ഫീൽഡ് അലോങ് എക്സ് ഡയറക്ഷൻ ആണെങ്കിൽ the magnetic field will be along y direction, and this will be like this one അല്ലെ, E0 by c cos kz minus omega t plus delta y cap. So along y direction. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും ക്രോസ് പ്രോഡക്റ്റ് എടുത്ത് നമ്മളിതുപോലെ എസ് എഴുതുമ്പോൾ പോയിൻറ്റിംഗ് വെക്ടർ എസ് എഴുതുമ്പോൾ എന്ത് കിട്ടും നോക്കൂ. ഇങ്ങനെ വരും അല്ലേ. 1 by mu 0 താഴെ വേണം. അത് കഴിഞ്ഞ് എന്ത് വേണം നോക്കൂ, ഇ ക്രോസ് ബി ആണല്ലേ. ഇ ക്രോസ് ബി എന്ന് പറയുമ്പോൾ ഈ രണ്ട് വെക്ടറിൻ്റെയും ക്രോസ് ആണ്. സോ ഇത്രയും ഭാഗം കോൺസ്റ്റൻസ് ആണ്. സോ E0 cos kz minus omega t, ഇവിടെയും E0 cos kz minus omega t ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ എങ്ങനെ വരും നോക്കൂ, 1 by c കോമൺ ആയിട്ട് വരും അല്ലേ. 1 by c ഇൻറ്റു E0 സ്ക്വയർ cos സ്ക്വയർ kz minus omega t plus delta എക്സ് ക്യാപ്പ് ക്രോസ് വൈ ക്യാപ്പ് എന്ന് വരും അല്ലേ. വാട്ട് ഈസ് എക്സ് ക്യാപ്പ് ക്രോസ് വൈ ക്യാപ്പ്? ദാറ്റ് ഈസ് സെഡ് ക്യാപ്പ് അല്ലേ. സോ അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാമെന്നർത്ഥം, ഇങ്ങനെ എഴുതാം അല്ലേ. 1 by c ഇൻറ്റു E0 സ്ക്വയർ cos സ്ക്വയർ ഇൻറ്റു സെഡ് ക്യാപ്പ് എന്ന് എഴുതാം. ഇവിടെ നോക്കൂ, ഇവിടെ ഈ 1 by c ഇൻറ്റു 1 by c എന്നുള്ളൊരു പാർട്ട് ഉണ്ടല്ലോ, അതിനെങ്ങനെ നമുക്ക് ഇങ്ങനെ റീപ്ലേസ് ചെയ്യാൻ നോക്കാം അല്ലേ. 1 by c എന്നുള്ള 1 by c ഇൻറ്റു ഇവിടെ നിന്ന് വന്നൊരു mu 0 ഉണ്ടല്ലോ, 1 by c mu 0 എന്ന ഈ പാർട്ടിനെ എങ്ങനെ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് എഴുതാൻ നോക്കാം. വാട്ട് ഈസ് c ഈസ് 1 by root mu 0 എപ്സിലോൺ. അപ്പോൾ അത് മുകളിലേക്ക് പോകും അല്ലേ. ഇപ്പോൾ ഇങ്ങനെ വരും എന്നർത്ഥം. ഇനി താഴെയും മുകളിലും നമ്മളൊരു എപ്സിലോൺ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിട്ട് മാറും നോക്കും. ഇങ്ങനെയായിട്ട് മാറില്ലേ. ഇവിടെ ഒരു എപ്സിലോൺ 0 വന്നു, മുകളിലൊരു എപ്സിലോൺ 0 വന്നു. ഓക്കെ, ഇങ്ങനെ വന്നു അല്ലേ, ഇങ്ങനെ വന്നു. ദെൻ അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോലെ ഇത് റൂട്ട് mu 0 എപ്സിലോൺ 0, താഴെ mu 0 എപ്സിലോൺ 0. അപ്പോൾ താഴെയൊക്കെ ആയിട്ട് മാറും അല്ലേ. സോ എപ്സിലോൺ 0 ബൈ എപ്സിലോൺ 0 mu 0. ദെൻ വാട്ട് ഈസ് 1 ബൈ റൂട്ട് mu 0 എപ്സിലോൺ 0, ദാറ്റ് ഈസ് സി ആണല്ലേ. സോ എപ്സിലോൺ 0 ഇൻറ്റു സി എന്ന് എഴുതാം. സോ ആ അത്രയും പാർട്ടിനെ, സോ 1 by c mu 0 എന്ന് നമുക്ക് ഇവിടെ വരുമായിരുന്ന ഈ കോൺസ്റ്റൻറ്റ് പാർട്ട് നമുക്ക് എങ്ങനെ എഴുതാം, എപ്സിലോൺ 0 ഇൻറ്റു സി എന്ന് എഴുതാം. സോ അങ്ങനെ കിട്ടിയ റിസൾട്ടാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. സോ എസ് ഈക്വൽ ടു എപ്സിലോൺ 0 സി ഒരു സി എപ്സിലോൺ 0 ഇൻറ്റു E0 സ്ക്വയർ കോസ് സ്ക്വയർ kz മൈനസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ. ഓക്കെ, സോ ഇത് ഏതുപോലെയാണെന്ന് നോക്കൂ. ദിസ് ഈസ് വാട്ട് ഈസ് ദിസ് വൺ, എപ്സിലോൺ 0 E0 സ്ക്വയർ കോസ് സ്ക്വയർ kz മൈനസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ദാറ്റ് ഈസ് എനർജി ഡെൻസിറ്റി ആണല്ലേ. എനർജി ഡെൻസിറ്റി സി ഇൻറ്റു യു ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കിതിനെ എങ്ങനെ നോക്കും, ദാറ്റ് ദിസ് ഈസ് ഇൻ ദ ഫോം സി ഇൻറ്റു യു, ഒരു വെലോസിറ്റി ഇൻറ്റു എനർജി ഡെൻസിറ്റി ഫോമിലാണല്ലോ വന്നത്. സോ ദ പോയിൻറ്റിംഗ് വെക്ടർ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ദിസ് എനർജി ഡെൻസിറ്റി. അത് ഡയമെൻഷനലി കറക്റ്റ് അല്ലേ നമുക്കൊന്ന് നോക്കാം കേട്ടോ. നമ്മൾ നേരത്തെ പോയിൻറ്റിംഗ് വെക്ടറിനെ എങ്ങനെ ഡിഫൈൻ ചെയ്ത്, എനർജി പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം അല്ലേ. എനർജി പെർ യൂണിറ്റ് ഏരിയ എനർജി പെർ യൂണിറ്റ് ടൈം എന്ന് പറയുമ്പോൾ എങ്ങനെ ചെയ്യും, എനർജി ബൈ ഏരിയ ഇൻറ്റു ടൈം. സോ ദിസ് ഈസ് ഈക്വൽ ടു നോക്കൂ, എനർജി ബൈ വോളിയം ഇൻറ്റു ലെങ്ത് ബൈ ടൈം എന്ന് എഴുതാമല്ലോ അല്ലേ. കാരണം നോക്കൂ, ഇവിടെ നോക്കൂ, നമുക്ക് ഈ വോളിയവും ലെങ്ത്തും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ അല്ലേ, അല്ലെങ്കിൽ വോളിയത്തിന് നമുക്ക് എങ്ങനെ എഴുതാം, ലെങ്ത് ഇൻറ്റു ഏരിയ എന്ന് എഴുതാമല്ലോ. ഈ ലെങ്ത്തും ക്യാൻസൽ ചെയ്യുമ്പോൾ LHSഉം RHSഉം ഒരുപോലെ തന്നെ ആവുമല്ലോ. അത് ഡയമെൻഷനലി ഓക്കെ ആണെന്നർത്ഥം അല്ലേ, രണ്ടും ഒരുപോലെ തന്നെയാണ് വരുന്നതെന്നർത്ഥം. അതേപോലെ നമ്മളിവിടെ എസ് ഡിഫൈൻ ചെയ്തതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ ആവറേജ് വാല്യൂ. നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.
സോ വാട്ട് ഈസ് ദി മെഷേർഡ് വാല്യൂ ഓഫ് എനർജി ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയേണ്ടി വരും? അല്ലെങ്കിൽ മെഷർമെൻ്റ് എടുക്കുന്ന വാല്യൂവും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ ആവറേജ് വാല്യൂ എടുക്കേണ്ടി വരും. സോ ഇതിൻ്റെ ആവറേജ് വാല്യൂ നേരത്തെ എടുത്തതുപോലെ എടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും ഭാഗം സി ഇൻറ്റു എപ്സിലോൺ 0 ഇൻറ്റു ഇ 0 സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ഏത് പാർട്ട് ആണ് നോക്കൂ വേരിയബിളായിട്ട് വരുന്നത്? കോസ് സ്ക്വയർ കെ സെഡ് മൈനസ് ഒമേഗ ടി ആണ് വേരിയബിളായിട്ട് വരുന്നത് അല്ലേ. സോ അതിൻ്റെ ആവറേജ് വാല്യൂ എടുക്കണം. അതിൻ്റെ ആവറേജ് വാല്യൂ നേരത്തെ പറഞ്ഞതുപോലെ 1/2 ആണ്. അതുകൊണ്ട് ആവറേജ് വാല്യൂ ഓഫ് എസ് ഈക്വൽ ടു 1/2 സി എപ്സിലോൺ 0 ഇ സ്ക്വയർ z cap is the direction. സോ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് എനർജി മാത്രമല്ല ക്യാരി ചെയ്യാൻ കഴിയുക, അതുകൂടാതെ അത് മൊമെൻറ്റം കൂടി ക്യാരി ചെയ്യുന്നുണ്ട്. നമ്മൾ കോംപ്റ്റൺ എഫക്റ്റ് അതേപോലെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. സോ അതിലൊക്കെ തന്നെ നമ്മൾ അതിൻ്റെ മൊമെൻറ്റം കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ എനർജി ഡെൻസിറ്റിയും മൊമെൻറ്റം ഡെൻസിറ്റിയും, മൊമെൻറ്റം ഡെൻസിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദി സ്പെഷ്യൽ കൈൻഡ് ഓഫ് പി. സോ ഇത് രണ്ടും നമുക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്യാം. ദി എനർജി ഡെൻസിറ്റി യൂസ് ഈക്വൽ ടു പി ഇൻറ്റു സി. ഓക്കെ, ഇതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ റിലേറ്റ് ചെയ്യുന്നത് നോക്കൂ. ഇങ്ങനെ നമുക്ക് എഴുതാം അല്ലേ. എനർജി ഈസ് ഈക്വൽ ടു, നമ്മൾ എനർജി ഡെൻസിറ്റി എഴുതി എനർജി എഴുതിയിട്ടുള്ളൂ. എനർജി ഈസ് ഈക്വൽ ടു മൊമെൻറ്റം ബൈ ടൈം, ദാറ്റ് ഈസ് ഫോഴ്സ് ആണ് അല്ലേ. ഫോഴ്സ് ഇൻറ്റു ലെങ്ത് എന്ന് എഴുതാമല്ലോ. സോ വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ലെങ്ത് എന്ന് എഴുതുന്നത് പോലെ എനർജിയുടെ ഡയമെൻഷനും അങ്ങനെ തന്നെയാണല്ലോ വരിക. സോ നോക്ക്, മൊമെൻറ്റം ഇൻറ്റു ഈ ടൈമിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ലെങ്ത് ബൈ ടൈം ആയിട്ട് മാറും അല്ലേ. മൊമെൻറ്റം ഇൻറ്റു ലെങ്ത് ബൈ ടൈം എന്നായിട്ട് മാറും. ദെൻ വാട്ട് ഈസ് ലെങ്ത് ബൈ ടൈം? ദാറ്റ് ഈസ് വെലോസിറ്റി. സോ മൊമെൻറ്റം ഇൻറ്റു വെലോസിറ്റി എന്ന് എഴുതാമെന്നർത്ഥം. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മളങ്ങനെ എഴുതിയത്. ഇവിടെ രണ്ട് ഭാഗത്തും ബൈ വോളിയം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഡെൻസിറ്റി ആയിട്ട് മാറും. സോ ദാറ്റ് ഈസ് ദിസ് വൺ, ദാറ്റ് ഈസ് എനർജി ഡെൻസിറ്റി യൂസ് ഈക്വൽ ടു ദി മൊമെൻറ്റം ഡെൻസിറ്റി ഇൻറ്റു വെലോസിറ്റി. ഓക്കെ, so the momentum density carried by electromagnetic wave, this p is equal to u by c അല്ലേ. ഇവിടെ നമ്മൾ നേരെ സിയെ പുറത്തേക്ക് കൊണ്ടുവന്നു പോകുന്നത് മാത്രം. ദാറ്റ് ഈസ് പി is equal to u by c. ഇനി എസിൻ്റെ ടൈമിൽ നമ്മുടെ പോയിൻറ്റിങ് വെക്ടറിൻ്റെ ടൈമിൽ നമുക്കറിയാം വാട്ട് ഈസ് യു. യു is equal to എസ് ബൈ സി അല്ലേ. കാരണം നമ്മൾ നേരത്തെ എസ് ഈക്വൽ ടു യു സി എന്ന് പറഞ്ഞല്ലോ. സോ അതുകൊണ്ട് തന്നെ യു സി ഈക്വൽ ടു എസ് ബൈ സി അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എസ് ബൈ സി സ്ക്വയർ എന്ന് എഴുതാം എന്നർത്ഥം. സോ പി എ എസിൻ്റെ ടേമിൽ എഴുതും, നമുക്ക് എങ്ങനെ എഴുതാം? എസ് ബൈ സി സ്ക്വയർ എന്ന് എഴുതാമെന്നർത്ഥം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവിനെ എങ്ങനെയാണ് നമുക്കതിനെ എഴുതാമെന്ന് നോക്കാം. മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവിൻ്റെ കേസിൽ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു വാട്ട് ഈസ് എസ്. എസ് ഈസ് എപ്സിലോൺ 0 ഇ 0 സ്ക്വയർ കോസ് സ്ക്വയർ, ഇങ്ങനെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. എപ്സിലോൺ 0 ഇ 0 സ്ക്വയർ കോസ് സ്ക്വയർ കെ സെഡ് മൈനസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ. ഇത് യു ആയിരുന്നു അല്ലേ, യു ആയിരുന്നു. സോ ദെൻ ദിസ് ഈസ് യു ബൈ സി. സോ ദിസ് ഈസ് യു ദെൻ ബൈ സി. സോ ദിസ് ഈസ് യു ബൈ സി. ഓക്കെ, സോ യൂസിങ് ദിസ് വൺ നമുക്കിപ്പോൾ മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവിൻ്റെ കേസിൽ ഇങ്ങനെ എഴുതാം എന്നർത്ഥം. വിത്ത് ഡയറക്ഷൻ സെഡ് ക്യാപ് അല്ലേ. ഇപ്പോൾ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷനും എങ്ങനെയാണ് വരുന്നത്? വേവ് ഏത് ഡയറക്ഷനിലാണോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, സോ അതേ ഡയറക്ഷനിലാണ് മൊമെൻറ്റവും എന്ത് ചെയ്യുന്നത്? ക്യാരി ചെയ്യുന്നത് എന്നർത്ഥം. ഓക്കെ, ഇനി ഇതിൻ്റെയും ആവറേജ് വാല്യൂ നേരത്തെ പറഞ്ഞ ഇവിടെ കോസ് സ്ക്വയർ ആണ് വേരിയബിൾ ആയിട്ട് വരുന്നത് അല്ലേ. കോസ് സ്ക്വയറിൻ്റെ ആവറേജ് വാല്യൂ ഓവർ ദ സൈക്കിൾ 1/2 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആവറേജ് വാല്യൂ ഓഫ് ദിസ് മൊമെൻറ്റം വിൽ ബി അഗെയിൻ 1/2 സി എപ്സിലോൺ 0 ഇ 0 സ്ക്വയർ വിത്ത് ഡയറക്ഷൻ സെഡ് ക്യാപ്. ഓക്കെ, ഇനി അതുപോലെ തന്നെയാണ് റേഡിയേഷൻ പ്രഷർ. കാരണം ഒരു മൊമെൻറ്റം ട്രാൻസ്ഫർ നടക്കുമ്പോൾ ഈ മൊമെൻറ്റമുള്ള ഈ ഫോട്ടോൺ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഒരു സർഫസിൽ ചെന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ മൊമെൻറ്റം അത് ട്രാൻസ്ഫർ ചെയ്യല്ലോ. മൊമെൻറ്റം ട്രാൻസ്ഫർ നടക്കുക എന്ന് പറയുമ്പോൾ ഫോഴ്സാണ് ആക്ച്വലി അവിടെ ഇൻസേർട്ട് ചെയ്യുന്നത് അല്ലേ. സോ ഫോഴ്സ് ഉണ്ടാകുമ്പോൾ പ്രഷർ ഉണ്ടാവുമല്ലോ അല്ലേ. സോ പ്രഷർ ഇൻസേർട്ടഡ് ഓൺ എ സർഫസ്, ദാറ്റ് ഈസ് നമ്മളതിനെ വിളിക്കുക റേഡിയേഷൻ പ്രഷർ. കാരണം റേഡിയേഷൻ ഉണ്ടാക്കുന്ന, റേഡിയേഷൻ അറൈസ് ചെയ്യിക്കുന്ന പ്രഷറാണല്ലോ അത്. അതുകൊണ്ട് തന്നെ റേഡിയേഷൻ പ്രഷർ, ദാറ്റ് ഈസ് പ്രഷർ ഇൻസേർട്ടഡ് ഓൺ എ സർഫസ് വെൻ ലൈറ്റ് ഫാൾ ഓൺ ഇറ്റ്, ദാറ്റ് വിൽ ബി പ്രഷർ P is equal to delta P by T 1/,
What is delta P by T? നേരത്തെ പറഞ്ഞ മൊമെൻറ്റമാണ് നമ്മൾ ഡെൽറ്റ പി ബൈ ടി എന്ന് പറയുന്നത്. സോ ഡെൽറ്റ പി ബൈ ടി ഇസ് ദ ഫോഴ്സ്. സോ ഫോഴ്സ് പെർ ഏരിയ എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണ്? പ്രഷർ തന്നെയാണ് അല്ലേ? സോ ദിസ് പ്രഷർ ഇസ് ഈക്വൽ ടു ആവറേജ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഓക്കെ, സോ അല്ലെങ്കിൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. വേർ ദിസ് മൊമെൻറ്റം ഡെൽറ്റ പി, this momentum transferred in delta t time can be written like this. കാരണം മൊമെൻറ്റം ഡെൻസിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ, മൊമെൻറ്റം ഡെൻസിറ്റി നമ്മുടെ ആവറേജ് മൊമെൻറ്റം ഡെൻസിറ്റി ഇതാണ് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഇൻറ്റു ഏരിയ ഇൻറ്റു ദിസ് വെലോസിറ്റി ഇൻറ്റു ഡെൽറ്റ ടി അങ്ങനെ എഴുതാൻ കാരണം നോക്കുന്നത് മൊമെൻറ്റം ഡെൻസിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ മൊമെൻറ്റം ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആയിരിക്കുമല്ലോ അല്ലേ? സോ അങ്ങനെ വോളിയം കിട്ടാൻ വേണ്ടി എ ഇൻറ്റു സി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ എന്താ നോക്കൂ, സി ഇൻറ്റു ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ദി ലെങ്ത്. കാരണം സി എന്ന് പറയുമ്പോൾ വെലോസിറ്റിയാണ്, വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറയുമ്പോൾ ലെങ്ത് ആണ് കിട്ടുന്നത് അല്ലേ? സോ ലെങ്ത് ഇൻറ്റു എ എന്ന് പറയുമ്പോൾ വോളിയമാണ്. സോ എ സി ഡെൽറ്റ ടി എന്ന് പറയുന്ന ഇത്രയും ഭാഗം നമ്മുടെ വോളിയത്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ വോളിയം ഇൻറ്റു മൊമെൻറ്റം ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ മൊമെൻറ്റം ആയിരിക്കും കിട്ടുന്നത് അല്ലേ? അതുകൊണ്ട് നമ്മളിങ്ങനെ എഴുതിയതെന്നർത്ഥം. സോ ദ മൊമെൻറ്റം ട്രാൻസ്ഫേർഡ് ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു this momentum average momentum density into A into C into delta T. That is the momentum transferred in delta T time. So അതുകൊണ്ട് നമുക്ക് പ്രഷറിനെ എങ്ങനെ എഴുതാൻ നോക്കും. പ്രഷർ പി ഈക്വൽ നേരത്തെ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് 1/A delta P by delta T where this delta P is replaced by this one അല്ലേ? അതിനങ്ങനെ എഴുതാം. അപ്പോൾ ആവറേജ് വാല്യൂ ഓഫ് മൊമെൻറ്റം ഡെൻസിറ്റി ഇൻറ്റു എ ഇൻറ്റു സി ഇൻറ്റു ഡെൽറ്റ ടി അല്ലേ? ഈ എയും ക്യാൻസൽ ചെയ്ത് പോകുന്നു, അതേപോലെ ഡെൽറ്റ ടിയും ക്യാൻസൽ ചെയ്യുന്നു. പിന്നെ എന്താണുള്ളത് നോക്കൂ, ആവറേജ് വാല്യൂ ഓഫ് ദിസ് മൊമെൻറ്റം ഡെൻസിറ്റി ഇൻറ്റു സി എന്നേ ഉള്ളൂ അല്ലേ? സോ ആവറേജ് വാല്യൂ ഓഫ് മൊമെൻറ്റം ഡെൻസിറ്റി നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. ഇൻ ടേംസ് ഓഫ് എസ്, ദിസ് ഈസ് എസ് ബൈ സി സ്ക്വയർ അല്ലേ? സോ എസ് ബൈ സി സ്ക്വയർ ഇൻറ്റു സി എന്ന് വരും. ദാറ്റ് ഈസ് എസ് ബൈ സി. ഓക്കെ, സോ ദാറ്റ് ഈസ് എസ് ബൈ സി. ഇൻ ടേംസ് ഓഫ് യു ആണെങ്കിൽ എങ്ങനെ വരും നോക്കൂ. യുവിൻ്റെ ടേംസിലാണ് പറയുന്നതെങ്കിൽ നമ്മളിവിടെ യു ബൈ സി ആണല്ലേ ആവറേജ് വാല്യൂ ഓഫ് ദിസ് വൺ അല്ലേ? എഗെയിൻ യു ബൈ സി എന്നാണ് വരുന്നത്. സോ ഇവിടെ എന്തുതന്നെയായിരിക്കും വരിക, നമ്മുടെ യുവിൻ്റെ അതേ ടേംസിൽ തന്നെ ആയിട്ടായിരിക്കും വരുന്നത് എന്നർത്ഥം. ഓക്കെ, സോ ദിസ് ഈസ് ദി റേഡിയേഷൻ പ്രഷർ. റേഡിയേഷൻ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഓൺ എ സർഫസ്. Now what is intensity? So the intensity of electromagnetic wave is defined as average power per unit area transported by electromagnetic wave. But power എന്താ നമുക്കറിയാമല്ലേ, പവർ ഈസ് എനർജി പെർ യൂണിറ്റ് ടൈം. സോ നമുക്ക് എങ്ങനെ പറയാം, ആവറേജ് എനർജി പെർ യൂണിറ്റ് ടൈം പെർ യൂണിറ്റ് ഏരിയ ട്രാൻസ്പോർട്ടഡ് ബൈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. അപ്പോൾ ആവറേജ് അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്തായിട്ട് മാറും, എനർജി പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. നേരത്തെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലേ, വാട്ട് ഈസ് എനർജി പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം, ദാറ്റ് വാസ് റെപ്രസെൻറ്റഡ് ബൈ ദ പോയിൻറ്റിംഗ് വെക്റ്റർ എസ് അല്ലേ? സോ അതുകൊണ്ട് നമുക്ക് പറയാം ഈ ആവറേജും കൂടെ അല്ലേ, പോയിൻറ്റിംഗ് വെക്റ്ററിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുമെന്നർത്ഥം, ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് കിട്ടുമെന്നർത്ഥം. സോ ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് ദി ആവറേജ് വാല്യൂ ഓഫ് പോയിൻറ്റിംഗ് വെക്റ്റർ എസ് ഇറ്റ് സെൽഫ്. അപ്പോൾ പോയിൻറ്റിംഗ് വെക്റ്ററിൻ്റെ ആവറേജ് എടുത്ത് കിട്ടുന്ന വാല്യൂ തന്നെയാണ് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വരുന്നത് അല്ലേ? സോ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആവറേജ് വാല്യൂ ഓഫ് എസ് ഈസ് 1/2 സി ഇൻറ്റു എപ്സിലോൺ 0 E0 സ്ക്വയർ. ഓക്കെ, സോ ദിസ് ഈസ് ദി ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഇനി ഒരു ലീനിയർ മീഡിയത്തിൻ്റെ ഇൻറ്റൻസിറ്റി എങ്ങനെ വരും നോക്കാം. ലീനിയർ മീഡിയത്തിൻ്റെ കേസിൽ നോക്കൂ, ഒരു മീഡിയം ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എപ്സിലോൺ 0 ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ എപ്സിലോൺ ഇൻ ജനറൽ അല്ലേ? അതേപോലെ μ0 ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ മ്യൂ. സോ അതുകൊണ്ട് തന്നെ നമ്മളെ എനർജി ഡെൻസിറ്റി എങ്ങനെയായിട്ട് മാറും നോക്കൂ. ഇങ്ങനെ എഴുതാം നമുക്ക് 1/2 എപ്സിലോൺ ഇ സ്ക്വയർ എന്ന് എഴുതാം, അതേപോലെ 1/μ ബി സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇവർ റിലേറ്റ് ചെയ്തെടുക്കുക നേരത്തെ റിലേറ്റ് ചെയ്തതുപോലെ തന്നെ അല്ലേ, ഇവർ തമ്മിൽ എപ്സിലോൺ ഇതും ദിസ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ എ സ്ക്വയർ. സോ ദി ടോട്ടൽ എനർജി ഡെൻസിറ്റി വിൽ ബി ഈക്വൽ ടു എപ്സിലോൺ ഇ സ്ക്വയർ അഗെയിൻ അല്ലേ? നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നത്. അതേപോലെ നമ്മുടെ പോയിൻറ്റിംഗ് വെക്റ്റർ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നോക്കൂ 1/μ0 ആയിരുന്നു അല്ലേ, അതെന്തായിട്ട് മാറും 1/μ ഇ ക്രോസ് ബി എന്നായിട്ട് മാറും. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മുടെ ഇൻറ്റൻസിറ്റിയും വരുന്നത്. ഇൻറ്റൻസിറ്റി നോക്കൂ, ഇൻറ്റൻസിറ്റിയിൽ നമ്മുടെ 1/2 സി ഇൻറ്റു എപ്സിലോൺ 0 എന്നുള്ള പാർട്ട് മാറിയിട്ട് എന്തായിട്ട് മാറും അല്ലേ, സി
വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആയിരുന്നു അല്ലേ. മീഡിയത്തിലാകുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യണം, വി എന്നുകൊണ്ട് റീപ്ലേസ് ചെയ്യണം. ദെൻ എപ്സിലോൺ 0 നമ്മൾ അതേപോലെ എപ്സിലോൺ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ദി ജനറൽ ഇക്വേഷൻസ് ഫോർ ദിസ് എനർജി ഡെൻസിറ്റി, ദിസ് പോയിൻറ്റിംഗ് വെക്റ്റർ, this intensity, where this epsilon 0 is replaced by epsilon and this mu 0 is replaced by mu. Okay.